ചിക്കൻ വിഭവങ്ങൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ചിക്കൻ ഡിഷാണ് അവർക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കേരള സ്റ്റൈലിലുള്ള നല്ല എരിവൊക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അൻലസ് ഫ്ലവേഴ്സ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 1 കിലോ ചിക്കൻ്റെ കാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഡ്രം സ്റ്റിക്കായിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് വരഞ്ഞ് വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതുപോലൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കണ്ടമാനം എരിവ് വരത്തില്ല, പക്ഷെ നല്ലൊരു കളറൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളകാണ്. ഇതിൻ്റെ ഈ വറ്റൽമുളക് ശരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരും. നല്ല അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും കടിക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അരച്ചെടുത്തിരിക്കുന്നതാണത്. ഇനി ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ ടീസ്പൂൺ സോയ് സോസാണ്. പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ചിക്കന് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതിപ്പം പുട്ടുപൊടിയാണ് ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് 1 നാരങ്ങ നീര്, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് അങ്ങ് പിഴിഞ്ഞ് ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസിനകത്ത് നമ്മൾ വന്നിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീരും അതുപോലെ തന്നെ സോയ് സോസും പിന്നെ നമ്മുടെ ഈ അരച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ മസാല നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഈ നമ്മുടെ മസാല കൂട്ടിലേക്ക് ഈ കോഴിക്കഷ്ണങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് ചിക്കൻ നമ്മൾ ഓൾറെഡി വരഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ വരഞ്ഞിരിക്കുന്നിടത്തേക്കൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് നന്നായിട്ട് മസാല മിക്സായി നമ്മുടെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പൊത്തിയതിന് ശേഷം ഇതുപോലെ ഞാൻ അടച്ച് വെച്ച് ഞാനിത് ഫ്രിഡ്ജ് വെച്ചിട്ട് 1 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് 1 മണിക്കൂറാണെന്നുണ്ടെങ്കിലും ചെയ്യാം. നമുക്ക് 1 മണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം, 4 മണിക്കൂറാണ് അങ്ങനെ ഫ്രൈ ചെയ്യാം. അതുപോലെ ഒരു ദിവസം തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഈ കൂട്ട് വയ്ക്കാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ നമുക്ക് പെറുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ എപ്പോഴും നമ്മൾ ഓർത്തണം, എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തീ ഒന്ന് സിം ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയെല്ലാം കണ്ടമാനം കരിഞ്ഞ് പുറത്ത് വരികയും ചെയ്യും. പക്ഷേ എന്നാൽ ചിക്കൻ വേവാനായിട്ട് പ്രയാസം വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ നമ്മളെടുക്കുന്ന ചിക്കൻ കഷ്ണങ്ങളുടെ വലിപ്പം കൂടെ അനുസരിച്ചാണ് നമ്മുടെ ചിക്കൻ വേവുന്നതിൻ്റെ ഈ ഫ്രൈ ആവുന്നതിൻ്റെയൊക്കെ ഒരു ടൈമുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എടുത്തിരിക്കുന്ന കഷ്ണത്തിനനുസരിച്ച് നമ്മൾ ആ സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കുറച്ച് സമയം 1-2 തവണത്തേക്കൊക്കെ ഒന്ന് മറിച്ച് തിരിച്ചിടണം നമ്മുടെ ചിക്കൻ കേട്ടോ, അത് ഫ്രൈ ആവുന്നതനുസരിച്ച്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് കണ്ടില്ലേ, നമുക്ക് ഇതെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് വരുന്നതാണ്. പക്ഷേ ഇതിന് നല്ല എരിവുള്ള, ഇപ്പം ഞാൻ തന്നിരിക്കുന്ന അളവനുസരിച്ചിട്ടാണ് നല്ല എരിവുണ്ട് ചിക്കന്. നിങ്ങൾക്ക് ഇച്ചിരി എരിവ് കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മൾ വറ്റൽമുളകും മുളക് പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടം പോലെ ചോറിനൊപ്പോ ചപ്പാത്തിക്കൊപ്പോ സാലഡിനൊപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് സമയത്ത് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ എനിക്ക് തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്കൊരു റിപ്ലൈ തന്നേക്കണം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.